തമിഴിൽ നിന്ന് ഒരു കൊച്ചു ഫീൽ ഗുഡ് പടം OTT റിലീസ് ചെയ്യുന്നത് ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടും 100% ഗ്യാരണ്ടി വാറണ്ടി 2 കൊല്ലത്തിനൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയത് അറിയാത്ത കുറെ പേർക്ക് ഉണ്ടാവും. അവരെ അറിയിക്കാൻ വേണ്ടി പറയാണ്. തിരുമാണിക്യം എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ സമുദ്രക്കനി അനന്യ സ്റ്റാർ തിരുമാണിക്യം. ഏകദേശം ഒരു 1.25 മണിക്കൂറൊക്കെ ഉള്ള ഒരു കൊച്ചു ഫീൽ ഗുഡ് പടമാണ്. ഫീൽ ഗുഡ് പടം പറഞ്ഞിട്ട് 8 AM മെട്രോ ഒന്നും പ്രതീക്ഷിക്കരുത്. ലോ ബഡ്ജറ്റ് കൊച്ചു പടമാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം ഇത് കാണാൻ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. അതായത് ലോട്ടറി കടക്കാരനായ നായകൻ, ഹൗസ് വൈഫ് ആയിട്ടുള്ള നായിക, 2 പിള്ളേര്, അവര് വന്നിട്ട് ഒരു ചെറിയ ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. അവർ തമ്മിലുള്ള ബോണ്ടിങ്ങും അതേപോലെ തന്നെ അവിടുത്തെ സീനറി ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇനീഷ്യലി ഒരു 15 to 20 മിനിറ്റ്സ് നല്ല ഫീൽ ഗുഡ് വൈബിൽ കണ്ടിരിക്കാവുന്ന ഒരു പടം. സമുദ്രക്കനിയുടെ ഒരു പടത്തിൽ അങ്ങേരുടെ മോളിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം അങ്ങേര് അത്രയും കിടിലൻ ഒരു ആക്ടറാണ്. ഭയങ്കര അണ്ടർ റേറ്റഡ് ആക്ടർ തന്നെയാണ്. ഇതിലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അനന്യ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഡയലോഗ് ഡെലിവറി ആയാലും അതേപോലെ തന്നെ ഫേഷ്യൽ കുറച്ച് എക്സ്പ്രഷൻ ഉണ്ട്, നാച്ചുറൽ എക്സ്പ്രഷൻ, നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അപ്പൊ നമ്മുടെ സമുദ്രക്കനിയുടെ കടയിൽ വന്നിട്ട് ഒരു അപ്പാപ്പൻ, അങ്ങേർക്കാന്ന് വെച്ചാൽ ഒടുക്കത്തെ പ്രാരാബ്ദമാണ്. മകളെ ഡൗറി കൊടുത്തില്ലെങ്കിൽ മകൻ മറ്റവൻ വേറെ കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പാപ്പൻ വന്നൊരു ലോട്ടറി എടുക്കുന്നു. ആ ലോട്ടറി നാളെ ഞാൻ കാശ് തരാം, നീ മാറ്റി വെക്കുക വേണ്ടി സമുദ്രക്കനിയുടെ കൊടുക്കുകയാണ്. ആ ലോട്ടറിക്ക് 1.5 കോടി രൂപ അടിച്ചിട്ട് ആ ലോട്ടറി നീ സമുദ്രക്കനി തിരിച്ചു കൊടുക്കുവോ അതോ സമുദ്രക്കനി എടുക്കുവോ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ കയറി ആരെങ്കിലും എടുക്കുവോ എന്നൊക്കെ പറയുന്ന ഒരു കൊച്ചു പടമാണ്. ഇടയ്ക്ക് ഒരു ത്രില്ലർ മോഡിലോടൊക്കെ പറഞ്ഞ് ഷിഫ്റ്റ് ആവുന്നുണ്ട്. സോ നമ്മൾ പറയില്ലേ മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. ആക്ച്വലി മണി ക്യാൻ ബൈ ടെമ്പററി ഹാപ്പിനെസ്. അതിലും വലുത് ഹ്യൂമൻ ഇമോഷൻസ് ഒരാളുടെ ക്യാരക്ടറോ ആണ് എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ചില സീൻസ് ഒക്കെ ഇമോഷണൽ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എന്നാൽ പോലും ചില സീൻസ് പാസും ഓവർലോഡർ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള ഗ്യാരണ്ടി വാറണ്ടി ഒന്നും ഞാൻ തരുന്നില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടുവെക്കുക. C5 അവൈലബിൾ ആണ്. ഞാൻ പറയില്ലേ ഇനീഷ്യലി ഒരു 15 to 20 മിനിറ്റ്സ് ഭയങ്കര സീനറി കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പടം ത്രില്ലർ മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അനന്യക്കാണ് വെച്ചാൽ ഈ ലോട്ടറി നമുക്ക് എടുക്കണം, നമ്മുടെ മകളുടെ ഓപ്പറേഷൻ നടത്തണം, കുട്ടിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്ന ആഗ്രഹമുള്ള സാധാ വീട്ടമ്മയാണ്. പക്ഷെ നമ്മുടെ നായകൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ചതിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം നേടിക്കഴിഞ്ഞാൽ ഇവൻ 10 രൂപ പറ്റിച്ചാൽ നമ്മുടെ 100 രൂപ പോവും. അത് നമ്മൾ ചെയ്യരുത്. എന്റെ മകൾ സംസാരിച്ചില്ലെങ്കിൽ വേണ്ട, അവൾ അങ്ങനെ ജീവിച്ചോട്ടെ, എന്നാലും ഒരാളെ ഞാൻ പറ്റിക്കില്ല. ആ ഒരു ക്യാരക്ടറുള്ള നായകനാണ്. സോ ആ നായകന്റെ ക്യാരക്ടർ അത്രയും നേരം നല്ലൊരാളാണ്, ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളവരാണ് പറയുന്ന ഈ വീട്ടുകാരെന്നെ ഇങ്ങനെ ഇത് കാണിക്കുന്ന സമയത്ത് നിന്റെ സ്വഭാവം ശരിയല്ല, നീ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്നൊക്കെ പണ്ട് അങ്ങേരെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. തിരുമാണിക്യം C5 അവൈലബിൾ ആണ്. ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ എന്ന് ഞാൻ പറയുള്ളൂ. ആസ് ഹൈ എക്സ്പെക്ടേഷൻസ് ഓൾവേസ് ലീഡ്സ് ടു ഡിസപ്പോയിന്റ്മെന്റ്.